ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 9 ഫസ്റ്റ് ചാപ്റ്റർ പേഴ്സ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 11ാം നമ്പർ പേജിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. എ പേഴ്സൺ ഈസ് ഇൻവെസ്റ്റഡ് 1 lakh rupees in two schemes with interest rate 7% and 6%. After 1 year, they got 6,750 rupees as the interest from both this together. How much did they invest in each scheme? ഒരാൾ 1,00,000 രൂപ രണ്ട് പദ്ധതികളിലായിട്ട് നിക്ഷേപിക്കുന്നു. 7% 6% പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് രണ്ട് പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചതെന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ദെൻ ടോട്ടൽ അയാളുടെ കയ്യിലുള്ളത് 1 lakh ആണ്. 1, 10, 100, 1000, 10,000, ലക്ഷം. 1 lakh, 1,00,000 രൂപ അയാളുടെ കയ്യിലുണ്ട്. ഫസ്റ്റത്തെ സ്കീമിൽ അയാൾ എക്സ് നിക്ഷേപിച്ചു എന്ന് കരുതുക. അത് എത്രയാണ് നമുക്കറിയില്ല. P1 ഫസ്റ്റത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്പർ ഓഫ് ഇയർ, ഈ 3 സാധനങ്ങൾ നമുക്ക് വേണം. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിന് നമ്മൾ P1 എന്ന് കൊടുത്തു, അത് എക്സ് എന്നെടുത്തു. ഇനി R1 ഫസ്റ്റത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7% ആണ്. ഇനി ടോട്ടൽ 1 lakh ആണ്. അതിൽ P1 എക്സ് ആണെന്നുണ്ടെങ്കിൽ P2 എന്തായിരിക്കും? ആ ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച പൈസ ടോട്ടൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 1,00,000 നിന്ന് എക്സ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 1 lakh മൈനസ് എക്സ്. R2 എത്രയാണ്? 6% ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാണ്. 1 lakh ആണ് ഒരാളുടെ കയ്യിലുള്ളത്. ആ 1 lakhന് രണ്ട് സ്കീമിലായിട്ടാണ് അവർ നിക്ഷേപിച്ചത്. ഒന്നാമത്തെ സ്കീമിൽ 7% ഇൻട്രസ്റ്റും രണ്ടാമത്തെ സ്കീമിൽ 6% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഈ രണ്ട് സ്കീമൊന്നും കൂടി അയാൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത് ടോട്ടൽ എമൗണ്ട് 6,715 ആണ്. 6,750 ആണ്. എങ്കിൽ ഓരോ സ്കീമിലും നിക്ഷേപിച്ച എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ എമൗണ്ട് 1 lakh എഴുതി. ഫസ്റ്റത്തെ നിക്ഷേപത്തിന് നമ്മൾ എക്സ് എന്ന് എടുത്തു. ഫസ്റ്റത്തെ റേറ്റിന് നമ്മൾ 7% എന്ന് കൊടുത്തു. ദെൻ രണ്ടാമത്തെ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 1 lakh എന്ന് എക്സ് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 1 lakh മൈനസ് എക്സ് ഉണ്ടാവും. ദെൻ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% ആണ്. ഇനി നമുക്ക് I1 അഥവാ ഫസ്റ്റത്തെ സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് കാണണം. I2 രണ്ടാമത്തെ സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് കാണണം. എന്നിട്ട് ഈ രണ്ട് ഇൻട്രസ്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6,750 കിട്ടും. ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം I1 കാണുകയാണ്. ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ PNR/100 ആണ്. അത് I1 ആയപ്പോൾ P1 N R1/100 ആയി. ഓക്കെ, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയർ ആണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നാണ് പറയുന്നത് അല്ലേ? ഒരു വർഷം, 1 year, ആഫ്റ്റർ 1 year എന്നാണ് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് ഇയർ 1 ആണ്. N 1 ആണ്. P1 ഉം R1 ഉം അവിടെ ഉണ്ട്. P1 X ആണ്, N 1 ആണ്, R1 7 ആണ് /100. അപ്പോൾ 1 × 7 7, 7 × X 7x, അപ്പോൾ 7x/100 എന്ന് വരും. ഇത് I1. ഇനി I2 കാണണം. അത് P2 N R2/100. ഇവിടെയും N 1 തന്നെയാണ്, ഒരു വർഷം. P2 എന്ന് പറയുന്നത് 1 lakh മൈനസ് എക്സ് ആണ്. പുട്ടിൻ്റെ ബ്രാക്കറ്റ് മോർ ദാൻ 1 ടേംസ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടാകുമ്പോൾ അത് ബ്രാക്കറ്റിൽ ഇടണം. N 1 ആണ്, പിന്നെ R2 6 ആണ്. 1 × 6 6, പിന്നെ 6 കൊണ്ട് ഗുണിക്കണം ഇതിന്. 6 × 1 lakh എന്ന് പറഞ്ഞാൽ എത്രയാ? 6 lakh മൈനസ് 6 × X 6x/100. അപ്പോൾ I1 കിട്ടി 7x/100 ആണ്. I2 കിട്ടി 6 lakhs. 1, 10, 100, 1000, 10,000, ലക്ഷം. 6 lakhs മൈനസ് 6x/100. ഇത് രണ്ട് സ്കീമൊന്നും സെപ്പറേറ്റ് കിട്ടിയ I1 ഉം I2 ആണ്. നമ്മളോട് പറഞ്ഞത് ഈ രണ്ട് സ്കീമൊന്നും കൂടിയും അവർക്ക് ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 6,750. അപ്പോൾ ഒന്നാമത്തെ സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റും രണ്ടാമത്തെ സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റും കൂടിയും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 6,715 ആണ്. ഓക്കെ, ഇനി I1ൻ്റെ I2ൻ്റെയും വാല്യൂ കൊടുത്തു. I1ൻ്റെ വാല്യൂ എത്രയാ? 7x/100. I2 6 lakhs മൈനസ് 6x മൈനസ് 100. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ രണ്ടും 100 അല്ലേ? നോക്കി. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് സിംഗിൾ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതാം. ന്യൂമറേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്യാം?
ആഡ് ചെയ്യാം. ഇവിടെ അഡീഷൻ അല്ലേ, അപ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 7x പ്ലസ് 6 lakhs മൈനസ് 6x ബൈ 100 ഈക്വൽ ടു 6750. ഈ 100നെ നമുക്ക് ഇപ്പുറത്തോട്ടും കൊണ്ടുപോകാം. 7x മൈനസ് 6x എത്രയാ? 7x നിന്ന് 6x പോയാൽ ബാക്കി എത്ര എക്സ് ഉണ്ട്? 7x നിന്ന് 6x പോയാൽ ബാക്കി എത്ര എക്സ് ഉണ്ട്? 1x. അപ്പോൾ 1x പ്ലസ് 6 lakhs ഈക്വൽ ടു ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 2 0 കൂടി ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഉറപ്പല്ലേ? 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിനെയാണോ, ഇപ്പോൾ ഈ 100 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 100 ആവും. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഡയറക്റ്റ് ഗുണിച്ച് വെച്ചിരിക്കുകയാണ്. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 2 0 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 7x നിന്ന് 6x പോയാൽ വെറും 1x ആയി. എക്സ് പ്ലസ് 6 lakhs ഈക്വൽ ടു 6,75,000 ആയി. ഇനി ഈ 6 lakhsനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഈ 6 ലക്ഷം ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതിവിടെ പ്ലസ് ആണ്, അത് ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആവും. സോ 6,75,000 മൈനസ് 6 lakhs എന്നാവും. 6,75,000 നിന്നും 6 ലക്ഷം മൈനസ് ചെയ്യണം. 6,75,000 നിന്ന് 6 ലക്ഷം പോയാൽ ബാക്കി എത്ര ഉണ്ട്? 75,000 അല്ലേ ഉള്ളത് അല്ലേ? സോ എക്സ് ഈക്വൽ ടു 75,000. അപ്പോൾ ഒന്നാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച പൈസ എന്ന് പറയുന്നത് 75,000 രൂപയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്കീമിൽ എത്രയായിരിക്കും? ടോട്ടൽ അയാളുടെ കയ്യിലുള്ളത് 1 ലക്ഷം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്കീമിൽ 75,000 ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്കീമിൽ എത്രയായിരിക്കും? 25,000 ആയിരിക്കും. കാരണം അയാളുടെ കയ്യിൽ ടോട്ടൽ ഉണ്ടായിരുന്നത് എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്കീമിൽ ഒന്നാമത്തെ പദ്ധതിയിൽ അയാൾ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 75,000 രൂപ, 75,000 rupees. ദെൻ സെക്കൻഡ് സ്കീമിൽ രണ്ടാമത്തെ പദ്ധതിയിൽ അയാൾ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 25,000, 25 ലക്ഷം രൂപ. അപ്പോൾ 75 കൂടി കൂട്ടുമ്പോൾ 1 ലക്ഷം ആയില്ലേ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്കീമിൽ അയാൾ എക്സ് ആണ് നിക്ഷേപിച്ചെങ്കിൽ രണ്ടാമത്തെ സ്കീമിൽ 1 lakh മൈനസ് എക്സ് ആയിരുന്നു. ദെൻ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ I ഈക്വൽ ടു PNR by 100 ആണ്. ഫസ്റ്റത്തെ ഇൻട്രസ്റ്റ് കാണാൻ P1NR1 ഡിവൈഡഡ് ബൈ 100 കൊടുത്തു. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് കാണാനോ P2NR2 by 100 കൊടുത്തു. ആ രണ്ട് ഇക്വേഷൻസുകൾ I1ഉം I2ഉം കിട്ടിയതിന് ശേഷം ഈ I1ഉം I2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ടോട്ടൽ രണ്ട് സ്കീമിൽ നിന്നും കൂടി ടോട്ടൽ 6,750 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ I1ഉം I2ഉം ആഡ് ചെയ്തു, എന്നിട്ട് അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അതായത് I1ഉം I2ഉം കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച പൈസ, അത് 75,000 എന്ന് കിട്ടി. അതിനുശേഷം രണ്ടാമത്തെ സ്കീമിൽ, അതായത് 1 lakh മൈനസ് എക്സ് ആണ് സെക്കൻഡ് സ്കീമിൽ നിക്ഷേപിച്ചത്. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്നും 75,000 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 25,000 ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്കീമിൽ അയാൾ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് എത്രയാണ്? 25,000 രൂപയാണ്. ഓക്കെ.